അയോധ്യ രാമക്ഷേത്രത്തിലെ പ്രതിഷ്ഠാ ചടങ്ങ് ഇന്നിപ്പോൾ നടക്കാനിരിക്കുകയാണ്. ഉച്ചയ്ക്ക് 12:20 ചടങ്ങുകൾ ആരംഭിക്കും. പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിലാണ് ചടങ്ങുകൾ നടക്കുക. ബിജെപിയുടെ രാഷ്ട്രീയ പരിപാടിയാക്കിയതിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷ നിരയായ ഇന്ത്യ മുന്നണി നേതാക്കൾ ഒന്നടങ്കം ചടങ്ങ് ബഹിഷ്കരിക്കും. രാജ്യത്തിന്റെ പരിപാടിയാക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായി വിവിധ സർക്കാർ സ്ഥാപനങ്ങൾക്കും സംസ്ഥാനങ്ങളിലും അവധിയും പ്രഖ്യാപിച്ചിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങൾ, ഈ പ്രതിഷ്ഠാ ചടങ്ങുമായുള്ള വിവരങ്ങൾ തേടേണ്ടതുണ്ട്. അയോധ്യയിൽ നിന്ന് വിഷ്ണു പ്രസാദ് ഉണ്ട് വിവരങ്ങൾ നൽകാനായി. വിഷ്ണു, ഗുഡ് മോർണിംഗ്. അയോധ്യ ഇന്നിപ്പോൾ തിരക്കിലേക്ക് നീങ്ങുന്ന ഒരു ദിവസമാണ്. പ്രാണപ്രതിഷ്ഠയ്ക്കുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായതായി ഇന്നലെ തന്നെ വിഷ്ണു പറഞ്ഞിരുന്നു. ഇന്നിപ്പോൾ പ്രധാനമായും നടക്കുന്ന ചടങ്ങ് എന്തൊക്കെയാണ്? പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ള ആളുകൾ എത്തിച്ചേർന്നിട്ടുണ്ടോ? ജിൽസി, ഇന്നലെ രാത്രി മുതൽ തന്നെ കലാ കായിക സാംസ്കാരിക മേഖലകളിലെ ചില പ്രമുഖർ ഇതിനോടകം തന്നെ അയോധ്യയിൽ എത്തിയിട്ടുണ്ട്. വിവിധ ഹോട്ടലുകളിൽ അവർ നേരത്തെ റിസർവ് ചെയ്ത മുറികളിലേക്കാണ് അവർ മാറിയിട്ടുള്ളത്. എന്തായാലും ഇന്ന് രാവിലെയോട് കൂടി പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാവിലെ 10:00 കൂടി തന്നെ അയോധ്യ വാൽമീകി അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെത്തുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. അതോടൊപ്പം തന്നെ മറ്റ് പല പ്രമുഖരും ഇന്ന് ഈ അയോധ്യയിലെത്തും. പ്രധാനമായും പ്രധാനമന്ത്രിയെ കൂടാതെ മറ്റ് 55 രാജ്യങ്ങളുടെ പ്രതിനിധികൾ ഉൾപ്പെടെ അയോധ്യയിൽ നടക്കുന്ന ഈ രാമക്ഷേത്ര പ്രാണപ്രതിഷ്ഠ ചടങ്ങിൽ പങ്കെടുക്കുന്നതിനായി എത്തുന്നുണ്ട്. ഇതിലെ പ്രധാന കാരണം എന്ന് പറയുന്നത് പ്രതിപക്ഷ നിര ഒന്നടങ്കം ഈ ചടങ്ങ് ബഹിഷ്കരിച്ചിരിക്കുകയാണ്. കാരണം 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടാണ് ബിജെപി ഇത്തരമൊരു നീക്കം നടത്തുന്നത് എന്ന് പ്രതിപക്ഷ പാർട്ടികളെല്ലാം ആരോപിച്ചിരുന്നു. അതുകൂടാതെ തന്നെ മതപരമായ ചടങ്ങ് സർക്കാർ പരിപാടിയാക്കാനുള്ള നീക്കമാണ് ബിജെപിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത് എന്ന ഒരു ആരോപണവും പ്രതിപക്ഷ പാർട്ടികൾ ഉന്നയിക്കുകയും ചെയ്തു. എന്തായാലും ബിജെപിയുടെ അജണ്ടയിൽ പോയി വീഴരുത് എന്ന മുന്നറിയിപ്പോട് കൂടി തന്നെയാണ് ഇന്ത്യ മുന്നണി ഒറ്റക്കെട്ടായി ഇത്തരത്തിലൊരു പരിപാടി ബഹിഷ്കരിക്കാൻ തീരുമാനിച്ചത്. അതേസമയം തന്നെ ഇന്ത്യ മുന്നണി നേതാക്കൾ ഇന്ന് രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള ക്ഷേത്രങ്ങളിൽ സന്ദർശനം നടത്തുന്നുണ്ട്. മമതാ ബാനർജി ഇന്ന് പ്രഖ്യാപിച്ച സർവമത റാലിക്കൊപ്പം തന്നെ കൊൽക്കത്തയിലെ കാളിഘട്ട് ക്ഷേത്രം സന്ദർശിക്കുന്നു. അതോടൊപ്പം അരവിന്ദ് കെജ്രിവാൾ ഡൽഹിയിലെ ഹനുമാൻ ക്ഷേത്രത്തിൽ പൂജയിൽ പങ്കെടുക്കും. രാഹുൽ ഗാന്ധി ആചാര്യന്റെ ഒരു ജന്മസ്ഥലത്ത് സന്ദർശനം നടത്തും. അദ്ദേഹത്തിന് ഇന്നലെ ചില പ്രതിസന്ധികൾ നേരിട്ടിരുന്നു. പ്രതിഷ്ഠാ ചടങ്ങ് നടക്കുമ്പോൾ അവിടേക്ക് പ്രവേശിപ്പിക്കില്ല. വൈകിട്ട് 3 മണിക്ക് ശേഷം രാഹുൽ ഗാന്ധിക്ക് അവിടെ സന്ദർശിക്കാമെന്നാണ് പുരോഹിതർ പറഞ്ഞത്. എന്തായാലും ഇങ്ങനെ ഓരോ പാർട്ടികളും, ഇപ്പോൾ ഉദ്ധവ് താക്കറെ പക്ഷമാണെങ്കിൽ അദ്ദേഹം മഹാരാഷ്ട്രയിലെ ക്ഷേത്രത്തിലായിരിക്കും ഉണ്ടാവുക. ഇങ്ങനെ തുടങ്ങി പല ക്ഷേത്രങ്ങളിലുമായിരിക്കും ഇവരെല്ലാം തന്നെ പങ്കെടുക്കുന്നത്. എന്തായാലും അയോധ്യയെ സംബന്ധിച്ചിടത്തോളം അയോധ്യയിൽ കൃത്യമായും വലിയ ഒരുക്കങ്ങളൊക്കെ തന്നെ നടന്നിരിക്കുന്നു. വഴിയെല്ലാം അലങ്കരിച്ച് പോലീസിനെ കൂടുതൽ വിന്യസിച്ചുകൊണ്ട് തന്നെ സുരക്ഷാ ക്രമീകരണങ്ങളെല്ലാം ഉറപ്പുവരുത്തിയിരിക്കുകയാണ്. എന്തായാലും ക്ഷേത്രത്തിലേക്ക് പോകുന്ന ഈ ഒരു പാതയിലൂടെ ആയിരിക്കും പ്രധാനമന്ത്രി നരേന്ദ്രമോദി കാൽനടയായി ക്ഷേത്രത്തിലേക്ക് എത്തുക. ഏകദേശം 2 കിലോമീറ്റർ ദൂരമുണ്ട് ഇവിടെ നിന്ന് ഈ പറയുന്ന അയോധ്യ ശ്രീരാം ജന്മഭൂമി തീർത്ഥക്ഷേത്രത്തിലേക്ക്. എന്തായാലും അവിടെ എത്തി അദ്ദേഹം ഈ നടക്കുന്ന പ്രാണപ്രതിഷ്ഠാ ചടങ്ങിൽ പങ്കെടുക്കും. ഈ ചടങ്ങുകൾ ഇങ്ങനെയൊക്കെയാണ്. അതായത് പ്രതിഷ്ഠയുടെ കണ്ണുകൾ മൂടിക്കെട്ടിയിട്ടുള്ള തുണി അത് പ്രധാനമന്ത്രി മാറ്റും. ആ മൂടുപടം മാറ്റി പ്രതിഷ്ഠയെ അല്ലെങ്കിൽ വിഗ്രഹത്തെ കണ്ണാടിയിലൂടെ ബിംബം കാണിക്കും. തുടർന്ന് ഈ സ്വർണ്ണ സൂചി കൊണ്ട് അഞ്ജനം കണ്ണുകളിൽ എഴുതുന്നതോടുകൂടി പ്രതിഷ്ഠയ്ക്ക് ആ ഒരു ഊർജം ലഭിക്കുമെന്നാണ് ഇപ്പോൾ കരുതപ്പെടുന്നത്. എന്തായാലും ആ പ്രാണൻ ലഭിക്കുമെന്ന് കരുതപ്പെടുന്നത് ആ ഒരു പ്രക്രിയയിലേക്കാണ് ഇത് പോകുന്നതെങ്കിലും ആ സമയം ഈ പ്രാണപ്രതിഷ്ഠ നടക്കുന്ന സമയം ഇതിനുള്ളിൽ ഉണ്ടാവുക ആരൊക്കെ എന്നതുകൂടി ഏറെ ശ്രദ്ധേയമാണ്. ഉത്തർപ്രദേശ് ഗവർണർ, ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി, RSS സർസംഘ് ചാലക്, പ്രധാനമന്ത്രി ഉൾപ്പെടെ അങ്ങനെ വളരെ ചുരുക്കം ആളുകളെ മാത്രമേ ഈ പ്രാണപ്രതിഷ്ഠ സമയത്ത് ഉള്ളിലേക്ക് അനുവദിക്കുകയുള്ളൂ, ശ്രീലകത്തിനുള്ളിൽ അനുവദിക്കുകയുള്ളൂ. പകരം 4000-ഓളം വരുന്ന ഒരു VIP-മാരുടെ നിരക്ക് തന്നെ ഈ പ്രാണപ്രതിഷ്ഠ ചടങ്ങിലേക്ക് ക്ഷണമുണ്ട്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ സിനിമാ താരങ്ങളായ അമിതാഭ് ബച്ചൻ ഉൾപ്പെടെ മോഹൻലാലിന് ക്ഷണമുണ്ടെങ്കിൽ അദ്ദേഹം പങ്കെടുക്കും എന്നാണ് അറിയാൻ കഴിയുന്നത്. അതോടൊപ്പം രജനീകാന്ത് ഉൾപ്പെടെയുള്ളവർ, കായിക രംഗത്ത് നിന്നാണെങ്കിൽ സച്ചിൻ ടെണ്ടുൽക്കർ, വിരാട് കോഹ്ലി ഉൾപ്പെടെയുള്ളവർ, അങ്ങനെ കലാ കായിക സാംസ്കാരിക മേഖലകളിൽ നിന്നുള്ളവരെല്ലാം ഈ ഒരു പ്രതിഷ്ഠാ ചടങ്ങിൽ പങ്കെടുക്കുന്നുണ്ട്. അയോധ്യയെ സംബന്ധിച്ച് ഒരു സുപ്രീം കോടതി 2019 നിർണായക വിധി പ്രസ്താവന നടത്തിയ 5-അംഗ ഭരണഘടനാ ബെഞ്ചിലെ എല്ലാ ജഡ്ജിമാർക്കും ക്ഷണമുണ്ടായിരുന്നുവെങ്കിലും അതിലെ 4 പേരും പങ്കെടുക്കുന്നില്ല എന്നാണ് അറിയിച്ചത്. അതിലൊരാൾ ഇപ്പോഴത്തെ ചീഫ് ജസ്റ്റിസ് DY ചന്ദ്രചൂഡ് കൂടിയാണ്. എന്തായാലും ഇവരൊന്നും പങ്കെടുക്കുന്നില്ല. ഒപ്പം തന്നെ ഇന്ന് സംസ്ഥാന വ്യാപകമായി അവധി പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഉത്തർപ്രദേശ് സർക്കാർ. ഉത്തർപ്രദേശിൽ മാത്രമല്ല, നേരത്തെ സൂചിപ്പിച്ചതുപോലെ
ഡൽഹിയിലും ഹിമാചൽ പ്രദേശും രണ്ടും പ്രതിപക്ഷ പാർട്ടികൾ ഭരിക്കുന്ന സംസ്ഥാനമാണ്. പക്ഷേ അയോധ്യ രാമക്ഷേത്രത്തിന്റെ ഉദ്ഘാടനം അനുബന്ധിച്ച് ഇന്ന് അവധി പ്രഖ്യാപിച്ചിരിക്കുന്നു. ഛത്തീസ്ഗഡ്, അതോടൊപ്പം തന്നെ രാജസ്ഥാൻ ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങൾ, മഹാരാഷ്ട്ര പോലെയുള്ള BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളും ഇന്ന് അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. കേന്ദ്ര സർക്കാർ സ്ഥാപനങ്ങളെല്ലാം ഇന്ന് ഉച്ചവരെ അവധിയായിരിക്കും. രാവിലെ 10:30 ആരംഭിക്കുന്ന ചടങ്ങുകൾ 1 മണിയോടുകൂടി പൂർത്തിയാകുന്ന രീതിയിലാണ് ക്രമീകരിച്ചിട്ടുള്ളത്. അതിനു മുൻപായി തന്നെ ചില ക്ഷേത്രത്തിനുള്ളിലെ ചില പൂജകളെല്ലാം തന്നെ നടക്കുന്നുണ്ട്. ആ പൂജകളെല്ലാം അവസാനിച്ചതിന് ശേഷമായിരിക്കും പ്രാണപ്രതിഷ്ഠയ്ക്കായി പ്രധാനമന്ത്രി എത്തുന്നതും തുടർന്ന് ചടങ്ങുകൾ നടക്കുന്നതും. എന്തായാലും ഇവിടെ ഈ ഒരു ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള പ്രാണപ്രതിഷ്ഠാ ചടങ്ങുകളെല്ലാം നടക്കുമ്പോഴും മറുവശത്ത് ഇന്ന് വളരെ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് പ്രതിപക്ഷ പാർട്ടികളിലെ നേതാക്കന്മാരാരും ഈ ഒരു വിശ്വാസികളുടെ അല്ലെങ്കിൽ വിശ്വാസത്തെ വ്രണപ്പെടുത്തുന്ന രീതിയിലുള്ള പരാമർശമല്ല നടത്തിയത്. പകരം അവരും ക്ഷേത്രത്തിലേക്ക് പോവുകയാണ്. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള BJP തന്ത്രമായ അയോധ്യയിൽ അവർ വീഴില്ല എന്ന് മാത്രമാണ് അവർ പറഞ്ഞിട്ടുള്ളത്. ഇന്നത്തെ ദിവസത്തിന് ശേഷം, അതായത് 22 എന്ന് പറയുന്ന ഈ തീയതിയിൽ അയോധ്യയിലെ രാമക്ഷേത്രം സന്ദർശിക്കില്ല എന്ന് മാത്രമാണ് പ്രതിപക്ഷ പാർട്ടി നേതാക്കൾ പറഞ്ഞത്. ഇതിന് ശേഷം, അതായത് 22-ാം തീയതിക്ക് ശേഷം അയോധ്യയിൽ എത്തുമെന്നും പ്രതിപക്ഷ പാർട്ടി നേതാക്കൾ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ പ്രാണപ്രതിഷ്ഠയ്ക്ക് മുൻപ് നമുക്കറിയാം ഇവിടെ ഉത്തർപ്രദേശിൽ നിന്നുള്ള കോൺഗ്രസ് സംഘം എത്തിയിരുന്നു. അവർ ഹനുമാൻഗാർഹി ക്ഷേത്രത്തിൽ ദർശനം നടത്തുകയും എല്ലാം ചെയ്തിരുന്നു. എന്തായാലും ഇന്നലെ രാത്രി മറ്റൊരു സുപ്രധാന കാര്യം കൂടി ഉണ്ടായത്, പുതിയ വിഗ്രഹമാണ് അയോധ്യയിൽ നമ്മൾ സ്ഥാപിക്കുന്നതെന്നറിയാം. മൈസൂർ സ്വദേശിയായ അരുൺ യോഗിരാജ് എന്ന് പറയുന്ന ശില്പി നിർമ്മിച്ച ഒരു ശില്പമാണ് ഇവിടെ സ്ഥാപിക്കുന്നത്. പക്ഷേ അതോടൊപ്പം തന്നെ നമുക്കറിയാം ബാബരി മസ്ജിദിന്റെ തകർച്ചയ്ക്ക് വഴിവെച്ച ഒരു വിഗ്രഹമുണ്ട്. അതായത് ബാബരി മസ്ജിദിനുള്ളിൽ കൊണ്ടുവച്ചു എന്ന് സുപ്രീം കോടതി തന്നെ കണ്ടെത്തുകയും തുടർന്ന് അത് അങ്ങനെ സ്വയംഭൂവായതല്ല എന്ന് സുപ്രീം കോടതി വിലയിരുത്തുകയും ചെയ്ത ആ പ്രതിഷ്ഠയും ഇന്നലെ രാത്രിയോടുകൂടി തന്നെ ഈ പുതിയ ക്ഷേത്രത്തിനകത്ത് എത്തിച്ചിട്ടുണ്ട്. ആ പ്രതിഷ്ഠയും ക്ഷേത്രത്തിനകത്ത് തന്നെ സ്ഥാപിക്കുമെന്നാണ് രാംജന്മഭൂമി ട്രസ്റ്റ് അധികൃതർ അറിയിച്ചിട്ടുള്ളത്. വിഷ്ണു, പ്രതിപക്ഷ പാർട്ടി നേതാക്കൾ, അതായത് ഇന്ത്യ മുന്നണി സഖ്യത്തിന്റെ ഭാഗമായവരൊന്നും പങ്കെടുക്കുന്നില്ല എന്ന് അറിയിച്ചിരിക്കുന്നു. നേരത്തെ തന്നെ നിലപാട് ഇടതുപക്ഷമാണ് ആദ്യം വ്യക്തമാക്കി രംഗത്തെത്തിയത്. പിന്നീട് ഏറെ നേരത്തെ കൂടിയാലോചനയ്ക്ക് ശേഷം കോൺഗ്രസ് നിലപാട് പ്രഖ്യാപിക്കുകയായിരുന്നു. പക്ഷേ മറ്റു ചെറിയ പാർട്ടികൾ, ഏതെങ്കിലും പാർട്ടികൾ ഇക്കാര്യത്തിൽ പങ്കെടുക്കുന്നതായുള്ള സൂചനകൾ വരുന്നുണ്ടോ? കാരണം പ്രത്യേകിച്ച് ഉത്തർപ്രദേശിലൊക്കെ വേരുകളുള്ള പാർട്ടികളൊക്കെ ഇതിൽ നിന്ന് പൂർണ്ണമായി വിട്ടുനിൽക്കാൻ തന്നെയാണോ തീരുമാനിച്ചിരിക്കുന്നത്? ഇന്ത്യ മുന്നണിയുടെ ഭാഗമായ പാർട്ടികൾ ഒന്നും തന്നെ ഇപ്പോൾ നിലവിലെ സാഹചര്യത്തിൽ അയോധ്യയിലെ രാമക്ഷേത്ര ചടങ്ങിലേക്ക് പങ്കെടുക്കുന്നില്ല എന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്. മഹാരാഷ്ട്രയിൽ വെച്ച് ഏറ്റവും ഒടുവിൽ യോജിച്ച ചെറു പാർട്ടികൾ പോലും ഇത്തരത്തിൽ പ്രാണപ്രതിഷ്ഠാ ചടങ്ങുകൾ ബഹിഷ്കരിക്കുകയാണ്. എന്തിനേറെ പറയുന്നു നമുക്കറിയാം, ഈ ബാബരി മസ്ജിദിന്റെ ഒരു തകർച്ചയ്ക്കെല്ലാം വഴിവെച്ച BJPക്കൊപ്പം തോളോട് തോൾ ചേർന്ന് പ്രവർത്തിച്ച ഒരു വിഭാഗമായിരുന്നു ശിവസേനയുടെ ഉദ്ധവ് താക്കറെ വിഭാഗം. അതായത് ഇപ്പോൾ ഇന്ത്യ മുന്നണിയുടെ ഭാഗമായ ഉദ്ധവ് താക്കറെ വിഭാഗം പൂർണ്ണമായും ചടങ്ങ് ബഹിഷ്കരിച്ചിരിക്കുകയാണ്. എന്തായാലും ഇത്തരത്തിൽ ഹിന്ദുത്വ നിലപാടുള്ള അല്ലെങ്കിൽ അത്തരം ഹിന്ദുത്വ വിഭാഗങ്ങളിൽ നിന്ന് കൂടുതൽ പിന്തുണയുള്ള പ്രതിപക്ഷ പാർട്ടികൾക്ക് പോലും ഇന്ന് അയോധ്യയിൽ വരാൻ താല്പര്യപ്പെടുന്നില്ല. പ്രധാനമായും അവർ വ്യക്തമായും തിരിച്ചറിയുന്നുണ്ട് ഇത് ഈ വർഷം നടക്കാനിരിക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ BJPയുടെ ഒരു മുഖമുദ്രയാണ് എന്നത്. മറ്റൊരു കാര്യം, ഞാൻ ദൃശ്യങ്ങളിൽ ഒരിക്കൽ കൂടി കാണിച്ചാൽ, ഇവിടെ നിന്ന് പോകുന്ന ഈ ഒരു പാതയോരത്ത് മുഴുവൻ ശ്രീരാമന്റെ കട്ടൗട്ടുകളാണ്. അതായത് പ്ലാസ്റ്റിക് ബോർഡിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള, കൃത്യമായി വെച്ചിട്ടുള്ള കട്ട് ബോർഡുകളാണ് വെച്ചിട്ടുള്ളത്. റോഡിന്റെ ഇരുവശങ്ങളിലും നിരവധി ഫ്ലക്സുകളും നമുക്കൊരു പക്ഷേ ദൃശ്യങ്ങളിൽ കാണാൻ കഴിയും. ഈ ദൃശ്യങ്ങളിൽ കാണുന്ന ഫ്ലക്സുകളിലെല്ലാം തന്നെ ഇതിൽ ഉത്തർപ്രദേശ് സർക്കാർ വെച്ച ഫ്ലക്സുകളുണ്ട്, അതോടൊപ്പം തന്നെ BJP വെച്ച ഫ്ലക്സുകളുണ്ട്, കേന്ദ്ര സർക്കാരിന്റെ ഫ്ലക്സുകളുണ്ട്, വിവിധ സ്ഥാപനങ്ങൾ, സംഘടനകളെല്ലാം വെച്ച ഫ്ലക്സുകളുണ്ട്. ഈ ഫ്ലക്സുകളിലെല്ലാം നമുക്ക് കാണാൻ കഴിയുന്നത് പ്രധാനമായും ഈ ഫ്ലക്സുകളിലേക്ക് നോക്കുകയാണെങ്കിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഫോട്ടോ ഉണ്ട്, യോഗി ആദിത്യനാഥിന്റെ ഫോട്ടോയുണ്ട്. BJP വെച്ച ഒരു ഫ്ലക്സിൽ പോലും ഈ രഥയാത്ര നടത്തുകയും അയോധ്യയിൽ രാമക്ഷേത്രം എന്ന ആശയത്തിന് വേണ്ടി BJPക്ക് വേണ്ടി പ്രവർത്തിക്കുകയും ചെയ്ത അദ്വാനിയുടെയോ അല്ലെങ്കിൽ അത്തരം മുതിർന്ന നേതാക്കളുടെയോ ഒരു ഫോട്ടോയും വെച്ചില്ല. അപ്പോൾ കൃത്യമായും ഇപ്പോഴുള്ള ഈ രണ്ട് നേതാക്കളെ എടുത്തു കാണിക്കുന്ന, അല്ലെങ്കിൽ അവർക്ക് കൂടുതൽ ഒരു ജനശ്രദ്ധ ലഭിക്കാവുന്ന തരത്തിലാണ് ഇതിന്റെ പ്രചരണ പരിപാടികളെല്ലാം നടത്തിയിട്ടുള്ളത്. ഇത് മാത്രമല്ല, ഇനി അങ്ങോട്ട് ക്ഷേത്രത്തിലേക്കുള്ള വഴി നോക്കുകയാണെങ്കിൽ അവിടെയും നമുക്ക് കാണാൻ കഴിയും. പോകുന്ന വഴിയിലെല്ലാം ഉള്ളത് നരേന്ദ്രമോദിയുടെ ഫ്ലക്സ് ആണ്, ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിന്റെ ചിത്രങ്ങളാണ്. ഇതിലൊന്നും മുതിർന്ന കോൺഗ്രസ് നേതാക്കളുടെ പേരുകളില്ല. അദ്വാനിയുടെയോ ജോഷിയുടെയോ ചിത്രമോ ഒന്നും തന്നെ ഒരു സ്ഥലത്ത് പോലും പരാമർശിക്കപ്പെടാതെ കൃത്യമായാണ് BJPയുടെ ഫ്ലക്സുകൾ പോലും ഇരിക്കുന്നതെന്നാണ്. അതിൽ നിന്നെല്ലാം നമുക്ക് വ്യക്തമാകുന്നത് 2024, അതായത് ഈ വർഷം നടക്കാൻ പോകുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJP ഒരു
ഒരു മുഖ്യ തുറുപ്പുചീട്ടായി തന്നെ രംഗത്തിറക്കാൻ പോകുന്ന ഒന്നാണ് അയോധ്യ രാമക്ഷേത്രം. ഇങ്ങനെ വിലയിരുത്തുമ്പോൾ പ്രതിപക്ഷം എടുത്ത ഈ നിലപാട് എത്രത്തോളം ഒരു രാഷ്ട്രീയമായി BJPയുടെ അജണ്ടയിൽ പോയി വീഴാതിരിക്കാനുള്ള നീക്കമാണ് എന്ന് നമുക്ക് വ്യക്തമാകും. എന്തായാലും ഇന്നിപ്പോൾ നടക്കുന്ന ഒരു പരിപാടിയിലെല്ലാം ഈ പാതയോരങ്ങളെല്ലാം അലങ്കരിച്ച് വരവേൽക്കുന്നത് ശരിക്കും 2 കിലോമീറ്റർ ദൂരം കാൽനടയായി ക്ഷേത്രത്തിലേക്ക് പോകുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ തന്നെയാണ്. തീർച്ചയായും വിഷ്ണു, ഒപ്പം തന്നെ ഈ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള തീർത്ഥാടകർ കൂടി അവിടെ എത്തിച്ചേരുന്നുണ്ട്. ഇന്നിപ്പോൾ പ്രാണപ്രതിഷ്ഠാ ചടങ്ങ് നടക്കുന്ന സമയത്തൊന്നും അവർക്ക് അവിടെ പ്രവേശനമില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. പിന്നീട് ഇന്ന് തന്നെ ഈ തീർത്ഥാടകർക്ക് അവിടെ പ്രവേശിക്കാനും ദർശനം നടത്താനും ഒക്കെയുള്ള സൗകര്യമുണ്ടോ? അയോധ്യയിൽ ഇന്ന് പുറത്തുനിന്നുള്ള ആർക്കും, അതായത് ഭക്തർക്കോ അല്ലെങ്കിൽ വിശ്വാസികൾക്കോ ഒന്നും തന്നെ അയോധ്യയിലേക്ക് ഇന്ന് പ്രവേശനമില്ല. അയോധ്യയിലെ ക്ഷേത്രത്തിലേക്ക് പ്രവേശനമില്ല. കൃത്യമായും ഈ നമ്മളിപ്പോൾ നിൽക്കുന്നത് എനിക്ക് പിന്നിൽ കാണുന്ന ഈ വീണ ഉൾപ്പെടെ നിൽക്കുന്ന ഈ ഒരു സ്ഥലത്തിന് പറയുന്ന പേര് ലതാ മങ്കേഷ്കർ ചൌക്ക് എന്നാണ്. നമുക്കിപ്പോൾ ഏകദേശം ഇവിടേക്ക് എത്തുന്നതിനിടയിൽ നമ്മുടെ വാഹനം പോലും ഒരു 4 തവണയെങ്കിലും പോലീസ് നിർത്തി പരിശോധിച്ചിരുന്നു. നമ്മുടെ ID കാർഡ് ഉൾപ്പെടെ പരിശോധിച്ചതിന് ശേഷമാണ് എല്ലാ വാഹനങ്ങളും അവർ കടത്തിവിടുന്നത്. ആളുകളെയും വാഹനങ്ങളുടെ ഡിക്കി ഉൾപ്പെടെ തുറന്ന് പരിശോധിച്ച് മാത്രമാണ് കടത്തിവിടുന്നത്. അതീവ ജാഗ്രതയിലും അതീവ സുരക്ഷയിലുമാണ് അയോധ്യ നഗരം. ഇന്നത്തെ ദിവസം ഇവിടെ VIP-കൾക്കും അതോടൊപ്പം തന്നെ ക്ഷണിക്കപ്പെട്ട അതിഥികൾക്കും മാത്രമുള്ളതാണ്. 4000 സന്യാസിമാരും 4000 VIP-കളുമാണ് അയോധ്യ രാമക്ഷേത്ര ട്രസ്റ്റിന്റെ കണക്കുകൾ പ്രകാരം ഇന്ന് ഇവിടെ ഉദ്ഘാടന ചടങ്ങുകൾക്കായി എത്തുക. ഇതിൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പ്രധാനമന്ത്രിയുണ്ട്, 55 രാജ്യങ്ങളുടെ പ്രതിനിധികളുണ്ട്, കൂടാതെ കായിക സാംസ്കാരിക രംഗത്തെ വിദഗ്ധരുണ്ട്, അല്ലെങ്കിൽ അവിടെ നിന്ന് ക്ഷണിക്കപ്പെട്ട അതിഥികളുണ്ട്, അതോടൊപ്പം തന്നെ ന്യായാധിപന്മാരുണ്ട്, കൂടാതെ ഗവർണർമാരെ പോലെയുള്ള ചില അത്തരം ആളുകളുമുണ്ട്. എന്തായാലും ഈ ഒരു ചടങ്ങുകളെല്ലാം നടക്കുമ്പോൾ സാധാരണക്കാരായ ആളുകൾക്ക് ക്ഷണമില്ല. കൃത്യമായി ഇവിടേക്ക് പാസ് നൽകി അനുവദിച്ചിട്ടുള്ള ആളുകൾക്ക് മാത്രമാണ് ക്ഷണമുള്ളത്. മാധ്യമ പ്രവർത്തകർക്ക് ഉൾപ്പെടെ ഒരു പരിധിവരെ ഉള്ള പ്രവേശനമേ അനുവദിച്ചിട്ടുള്ളൂ. എന്തായാലും ഇന്നത്തെ ദിവസം അയോധ്യയിൽ ആർക്കും ദർശനം നടത്താൻ കഴിയില്ല. മറിച്ച് നാളെ മുതൽ തീർത്ഥാടകർക്ക് അയോധ്യയിൽ എത്താമെന്നാണ് രാമജന്മഭൂമി ക്ഷേത്രം ട്രസ്റ്റ് അധികൃതർ അറിയിച്ചത്. നാളെ മുതൽ ഇവിടെ എത്തുന്ന ഭക്തർക്ക് മറ്റു തടസ്സങ്ങളില്ലാതെ പോയി ക്ഷേത്ര ദർശനം നടത്താൻ സാധിക്കുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. എന്നിരുന്നാൽ തന്നെയും പല ആളുകളും ഇപ്പോഴും എത്തി പോലീസിന്റെ ചെക്ക് പോസ്റ്റ് വരെയുള്ള ഭാഗത്ത് വന്ന് നിരാശരായി മടങ്ങിപ്പോകുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട് അയോധ്യയിൽ. കാരണം ഒരുപക്ഷെ വളരെ ദൂരെ നിന്ന് പോലും വളരെ ദൂരെ നിന്ന് പോലും ക്ഷേത്രത്തിൽ ദർശനം നടത്താൻ സാധിച്ചേക്കുമെന്ന പ്രതീക്ഷയിലാണ് അവർ എത്തിയിട്ടുള്ളത്. അവർ ഒരുപക്ഷെ ഈ പാസോ അല്ലെങ്കിൽ ഇത്തരം നിബന്ധനകളോ ഉള്ള കാര്യം ഒരുപക്ഷെ അറിഞ്ഞിരിക്കില്ല. എന്നിരുന്നാലും ഗ്രാമീണ മേഖലകളിൽ നിന്നുള്ള ആളുകൾ ഉൾപ്പെടെ ഇവിടെ എത്തിയിട്ടുണ്ട്. ഒപ്പം തന്നെ പല ട്രെയിൻ സർവീസുകളും ഇന്ന് അയോധ്യ വഴിയുള്ള ട്രെയിൻ സർവീസുകളും എല്ലാം ക്യാൻസൽ ചെയ്തിട്ടുണ്ട്. എന്തായാലും ഇന്നത്തെ ദിവസത്തിന് ശേഷം എല്ലാം സാധാരണഗതിയിലാകുമെന്ന് തന്നെ വേണം പ്രതീക്ഷിക്കാൻ. പ്രവർത്തകരെയും അതോടൊപ്പം തന്നെ വിശ്വാസികളെയും ഇനിയുള്ള ദിവസങ്ങളിൽ ഇങ്ങോട്ട് കൊണ്ടുവന്നാൽ മതി എന്നാണ് പാർട്ടി നേതാക്കൾക്കും കേന്ദ്രമന്ത്രിമാർക്കും പ്രധാനമന്ത്രി തന്നെ നേരിട്ട് നൽകിയിരിക്കുന്ന നിർദ്ദേശം. എന്തായാലും ഇന്ന് ഇപ്പോൾ ശ്രീലകത്തിനകത്ത് പ്രധാനമന്ത്രി ഉൾപ്പെടെ RSS സർസംഘചാലകർ ഉൾപ്പെടെയുള്ള BJPക്ക് അനുകൂലമായ ആളുകളെല്ലാം നിന്നുകൊണ്ട് ഈ പ്രാണപ്രതിഷ്ഠാ ചടങ്ങ് നടക്കുമ്പോൾ BJP ലക്ഷ്യം വെക്കുന്നത് 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ ദിവസം പ്രധാനമായും പ്രധാനമന്ത്രിയിൽ തന്നെ ഫോക്കസ്ഡ് ആയിരിക്കണം, അല്ലെങ്കിൽ ആ ഒരു പ്രധാനമന്ത്രിയെ തന്നെ ഉയർത്തിക്കാട്ടുന്ന രീതിയിലായിരിക്കണം എന്ന ദൃഢനിശ്ചയം കൂടി ഉണ്ട് BJPക്ക് എന്ന് പറയാതെ വയ്യ. ശരി, വിഷ്ണുപ്രസാദാണ് അയോധ്യയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. അയോധ്യ രാമക്ഷേത്രത്തിൽ നിന്നിപ്പോൾ പ്രാണപ്രതിഷ്ഠ ചടങ്ങ് നടക്കുകയാണ്. BJPയെ സംബന്ധിച്ചിടത്തോളം വരാനിരിക്കുന്ന പൊതു തെരഞ്ഞെടുപ്പിൽ കൃത്യമായ ഒരു തുറുപ്പുചീട്ടാക്കി ഉപയോഗിക്കാനാണ് ഈ അയോധ്യ രാമക്ഷേത്രവും അതുമായി ബന്ധപ്പെട്ട ചടങ്ങുകളും ഉപയോഗിക്കുന്നത്. മോദി എന്ന രാഷ്ട്രീയ ബ്രാൻഡിനെ കൂടുതൽ ജനങ്ങളിലേക്ക് എത്തിക്കാനുള്ള ഒരു ശ്രമം കൂടി ഇന്നിപ്പോൾ കൃത്യമായി അവിടെ നടക്കുന്നുണ്ട്. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള തീർത്ഥാടകർ കൂടി ഇന്നിപ്പോൾ അവിടേക്ക് ചടങ്ങിലേക്ക് എത്തിച്ചേരുന്നുണ്ട്. പക്ഷേ ഇന്ന് അവർക്കൊന്നും പ്രവേശനം ഉണ്ടായിരിക്കില്ല. ഇന്ന് പ്രതിഷ്ഠാ ചടങ്ങുകൾ നടന്നതിന് ശേഷം നാളെയായിരിക്കും ഒരുപക്ഷേ ദർശനവും പ്രവേശനവും ഒക്കെ അനുവദിക്കുക എന്നുള്ള വിവരങ്ങൾ കൂടിയാണ് ലഭിക്കുന്നത്.